നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റ് വോളറ്റൈലായി തുടരുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് റിസൈലൻ്റായി നിലനിൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് റീസെൻ്റ്ലി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇലക്ട്രോണിക്സ്, ഡിഫൻസ് പോലുള്ള എമർജിംഗ് സെക്ടറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് താൽപ്പര്യമുള്ള സെക്ടറിൽ ബിലോങ്സ് ചെയ്യുന്നതും റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതും എന്നാൽ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതുമായ ചില ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സിർമ SGS ടെക്നോളജി ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം സിർമ SGS ടെക്നോളജി 0.5% ഇടിഞ്ഞ് 534 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 9,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 73.65, ഡിവിഡൻഡ് yield 0.20%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 20%-ലേറെ കറക്റ്റായി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 664, 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ്. 6 മാസം കൊണ്ട് 70%-നടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. സിർമ SGS ടെക്നോളജി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ പ്രോഡക്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ പാർട്ട് എന്നിവയാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. കമ്പനിയുടെ മേജർ റവന്യൂവും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഡിക്സൺ ടെക്നോളജി, ഫ്ലെക്സ്ട്രോണിക്സ്, ജിബിൽ, റെസല്യൂട്ട്, ഇലിൻ പോലുള്ള കമ്പനികളുടെ പ്രധാന കോമ്പറ്റേറ്ററുമാണ് സിർമ SGS ടെക്നോളജി. സിർമ SGS ടെക്നോളജി റീസെൻ്റ്ലി ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടിരുന്നു. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇയർ ഓൺ ഇയറിൽ 10%-ൽ നിന്നും 7%-ലേക്ക് ഇടിഞ്ഞു. അതുമൂലം കമ്പനിയുടെ സെയിൽസ് വർദ്ധിച്ചിട്ടും പ്രോഫിറ്റിൽ കാര്യമായ ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. 2022 സെപ്റ്റംബർ ക്വാർട്ടറിൽ 29 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു കമ്പനി നേടിയത്. അതിപ്പോൾ 31 കോടിയായി ഉയർന്നിട്ടുണ്ട്. സെയിൽസ് 467 കോടിയിൽ നിന്നും 712 കോടിയിലേക്ക് ഉയർന്നു. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റ് ഒരു എമർജിംഗ് സെക്ടർ ആയതുകൊണ്ട് ഈ സെക്ടറിൽ സ്റ്റോക്ക് അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല എങ്കിലും സ്റ്റോക്കിൻ്റെ പ്രൈസിൽ മികച്ച രീതിയിലുള്ള വർധനവ് കാണുന്നുണ്ട്. 1392 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 466 കോടി രൂപയുടെ കടമുണ്ട്. പ്രൊമോട്ടേഴ്സിന് 47.22% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 10%, DISന് 9.6%, പബ്ലിക്കിന് 33%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങും. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.2-ൽ നിന്നും 10.14-ലേക്കും DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.2-ൽ നിന്നും 9.6%-ലേക്കും ഉയർന്നു. സിർമ SGS ടെക്നോളജി 280 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ സ്റ്റോക്കാണ്. അതിനുശേഷം സ്റ്റോക്കിൽ മികച്ച രീതിയിലുള്ള റാലി വന്ന് സ്റ്റോക്ക് 660 വരെ ഉയർന്നു. പിന്നീട് സ്റ്റോക്ക് ഇടിഞ്ഞ് 500 വരെ എത്തുകയും 500-നടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയായി സ്റ്റോക്ക് 500-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 534-ൽ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളവർക്ക് 480 രൂപയുടെ സ്റ്റോപ്പ് ലോസ് സിർമ SGS ടെക്നോളജി എന്ന സ്റ്റോക്കിൽ വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് റിഫെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 1200 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 10.37, ഡിവിഡൻഡ് yield 0.36. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.5% ഇടിഞ്ഞ് 589-നടുത്ത് ക്ലോസിംഗ് നൽകി. റിഫെക്സ് എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും ഉയർന്ന ഡിസ്കൗണ്ട് ലഭിക്കുന്നു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 924. സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും 45%-ലേറെ കറക്റ്റായി 589-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 15%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. എന്നാൽ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 50%-നടുത്ത് പോസിറ്റീവ് റിട്ടേൺ നൽകി. റെഫ്രിജറൻ്റ് ഗ്യാസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് റിഫെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. റിഫെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ROE 40%, ROCE 48%. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 35%, പ്രോഫിറ്റ് ഗ്രോത്ത് 46%. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. ഇയർ ഓൺ ഇയറിൽ സെയിൽസ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 383 കോടി രൂപയുടെ സെയിൽസ് ആയിരുന്നു 2022 സെപ്റ്റംബർ ക്വാർട്ടറിൽ. അത് 350 കോടിക്കടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നു. 10%-നടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിനും കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 25 കോടിയിൽ നിന്നും 23 കോടിയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങിയിട്ടുണ്ട്. 3 വർഷത്തെ കമ്പനിയുടെ ROE 37%-നടുത്ത്. 333 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 139 കോടിയുടെ കടമുണ്ട്. പ്രൊമോട്ടേഴ്സ് ഈ കമ്പനിയിൽ റീസെൻ്റ്ലി സ്റ്റേക്ക് ഹോൾഡിംഗ് 52.7-ൽ നിന്നും 53.3%-ലേക്ക് ഉയർത്തി.
FISന് 0.4%, DISന് 0.1%, പബ്ലിക്കിന് 46%-ത്തിനടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. റിഫെക്സ് എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 500 പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. 550-നടുത്ത് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നു. അവസാന സ്റ്റോക്ക് CE ഇൻഫോ സിസ്റ്റം ലിമിറ്റഡ്. CE ഇൻഫോ സിസ്റ്റം ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അത്ര വലിയ ഡിസ്കൗണ്ടിൽ ലഭ്യമല്ല. പക്ഷേ ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽപ്പെട്ട ഈ സ്റ്റോക്കിൽ 10%-ന് മുകളിലുള്ള ഡിസ്കൗണ്ട് കാണാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 2274, സ്റ്റോക്ക് 2125-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 94.73. CE ഇൻഫോ സിസ്റ്റം ലിമിറ്റഡ് അല്ലെങ്കിൽ മാപ്മൈ ഇന്ത്യ എന്ന കമ്പനി ഡിജിറ്റൽ മാപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതുകൂടാതെ ലൊക്കേഷൻ ബേസ്ഡ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സർവീസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. കമ്പനിയുടെ 60% റവന്യൂവും ഡിജിറ്റൽ മാപ്പ് പ്രൊഡക്റ്റിൽ നിന്നാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. റിസർച്ച് ഓർഗനൈസേഷനായ ISRO, നീതി ആയോഗ്, നാഷണൽ ഗവർണൻസ് ഡിവിഷൻ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ ഗവൺമെൻറ് ഓർഗനൈസേഷനും മാപ്പിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് മാപ്മൈ ഇന്ത്യ എന്ന കമ്പനിയാണ്. ഇതുകൂടാതെ ഫോൺപേ, ഫ്ലിപ്കാർട്ട്, HDFC ബാങ്ക്, എയർടെൽ പോലുള്ള കമ്പനികളും മാപ്മൈ ഇന്ത്യയുടെ ക്ലയൻ്റാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ സെയിൽസ് 75 കോടിയിൽ നിന്നും 80 കോടിയിലേക്ക് ഉയർന്നു. ഇയർ ഓൺ ഇയറിൽ 67 കോടിയിൽ നിന്നും 80 കോടിയിലേക്കാണ് സെയിൽസ് ഉയർന്നത്. 49%-ത്തിനടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് 34 കോടി. ROE 22%, ROCE 29%. 594 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടം തീരെ കുറവാണ്. റീസെൻ്റ്ലി FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4%-ൽ നിന്നും 5.7%-ത്തിലേക്ക് ഉയർത്തി. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6.9-ൽ നിന്നും 5.7-ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. പബ്ലിക്കിന് 35% സ്റ്റേക്ക് ഹോൾഡിങ്ങും പ്രൊമോട്ടേഴ്സിന് 52.9% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2000 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 2000 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് ഉയർന്ന് 2123-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2250-ന് മുകളിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 2500 വരെയുള്ള ടാർഗറ്റ് പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്